ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തി. സ്വന്തം തീരുമാനപ്രകാരം നിയമസഭയിലെത്തിയ രാഹുൽ യൂത്ത് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനൊപ്പമാണ് സഭയിലെത്തിയത്. എല്ലാ ദിവസവും സഭയിലെത്താനാണ് രാഹുലിന്റെ തീരുമാനം. ശനിയാഴ്ച പാലക്കാട് മണ്ഡലത്തിലെത്തും. CPM ബന്ധം അവസാനിപ്പിച്ചതിന് ശേഷം PV അൻവറിന് നൽകിയ സീറ്റാണ് ഇപ്പോൾ രാഹുലിന് നൽകിയിരിക്കുന്നത്. സഭയിൽ UDF ബ്ലോക്ക് തീർത്തതിന് ശേഷം വരുന്ന അടുത്ത സീറ്റാണിത്. പുറകിലെ നിരയിലായതിനാൽ രാഹുൽ ഒറ്റയ്ക്കാണ് ഇരിക്കേണ്ടത്. നിയമസഭയിൽ വരരുതെന്ന് രാഹുലിനോട് പാർട്ടി നിർദ്ദേശിച്ചിരുന്നില്ല. സഭയിൽ വരുന്നതിന് രാഹുലിന് നിയമപരമായ തടസ്സവുമില്ല. 9:20 രാഹുൽ സഭയിൽ എത്തിയത്. അടൂരിലെ വീട്ടിൽ നിന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടത്. അതേസമയം പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലിനെ SFI പ്രവർത്തകർ തടഞ്ഞു. MLA ഹോസ്റ്റലിന് അടുത്തായാണ് തടഞ്ഞത്. സഭാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം MLA ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു രാഹുൽ. സംഭവം നടക്കുന്ന സമയം പോലീസ് സ്ഥലത്തുണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് എത്തി പ്രവർത്തകരെ നീക്കി. രാഹുൽ കാറിൽ നിന്ന് ഇറങ്ങിയില്ല. DCP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി. ഇതിനിടെ രാഹുൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. പാർട്ടിയും ധിക്കരിച്ച് രാഹുൽ നിയമസഭയിലേക്ക് എന്നാണ് പറഞ്ഞത്. ഏതെങ്കിലും കാലത്ത് പാർട്ടി അനുകൂലമായതോ വ്യക്തിപരമായി പ്രതികൂലമായതോ തീരുമാനം എടുക്കുമ്പോൾ ആ തീരുമാനത്തെ ധിക്കരിക്കുവാനോ ലംഘിക്കുവാനോ ഒരു കാലത്തും ശ്രമിച്ചിട്ടുള്ളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകനല്ല ഞാൻ. അപ്പം ഇപ്പോഴും സസ്പെൻഷനിലാണെന്ന് പറഞ്ഞാലും ഞാൻ പരിപൂർണമായി പാർട്ടിക്ക് വിധേയനായി മാത്രം പ്രവർത്തിക്കുന്ന ഒരാളാണ്. മറ്റൊരു വാർത്ത വന്നത്, ഞാൻ ഇന്ന് ഏതൊക്കെയോ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു, അവരാരും കാണാൻ സമ്മതിച്ചില്ല. ആ വിഷയത്തിലും എനിക്ക് പറയാനായിട്ടുള്ളത്, ഒരു സസ്പെൻഷൻ കാലാവധിയിൽ ഉള്ള ഒരു പ്രവർത്തകൻ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടതെന്നുള്ളൊരു ബോധ്യം ഈ പാർട്ടിയുടെ നിരവധി കാലമായിട്ടുള്ളൊരു പ്രവർത്തന നിലയിൽ എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു നേതാവിനെ കാണാൻ ശ്രമിച്ചിട്ടില്ല. കാരണം സസ്പെൻഷൻ പീരീഡിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വ്യക്തിപരമായി കാണാൻ ശ്രമിച്ചിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല, ആരും അനുവാദം അതുകൊണ്ട് തന്നെ നിഷേധിച്ചിട്ടുമില്ല. ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ നടക്കട്ടെ, ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ. അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം. രാഹുലിന് പറയാനുള്ളത് രാഹുൽ എന്നും പറയുന്നുണ്ട്. പക്ഷെ രാഹുൽ പ്രധാനമായും പറയേണ്ടത് പുറത്തു വന്ന ഓഡിയോയെ കുറിച്ചാണ്. അതിനൊരു വിശദീകരണം രാഹുൽ നൽകും. പൂർവ്വകാലത്ത് വന്ന കാര്യങ്ങൾ ന്യായീകരണമായി എടുക്കരുത്. നിയമപരമായി നിയമസഭാംഗം എന്ന നിലയിൽ രാഹുലിന് സമ്മേളനത്തിൽ വരാൻ സാധിക്കും. എന്നാൽ സഭയോട് ധാർമ്മികതയും അന്തസ്സും കാണിക്കണമായിരുന്നെന്ന് EP ജയരാജൻ പറഞ്ഞു. നിയമപരമായി നോക്കിയാൽ ഒരു നിയമസഭാംഗം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് അധികാരമുണ്ടെന്ന് പറയാം. പക്ഷെ ഇത് ധാർമ്മികതയുടെയും ഒരു സഭയോട് കാണിക്കേണ്ട അന്തസ്സിൻ്റെയും ഭാഗമായിട്ടാണ് കാണേണ്ടത്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രശ്നം ഉയർന്നു വന്നത്? യുവ കോൺഗ്രസ് നേതാവ് രാഹുൽ മാക്കൂട്ടത്തിനെതിരെ ശക്തമായിട്ടുള്ള ആരോപണങ്ങൾ പല മേഖലകളിൽ നിന്ന് ഉയർന്നു വന്നു. ഒന്നിൻ്റെ പുറകെ ഒന്നായിട്ട് അതിൻ്റെ വസ്തുതകൾ മുഴുവൻ പുറത്തു വന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് പാർട്ടിക്ക് നടപടിയെടുക്കാതിരിക്കാൻ സാധിക്കില്ല. കോൺഗ്രസ് നടപടിയെടുത്തു. എന്തിൻ്റെ മേലെയാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടാണ്. ഇത്തരമൊരു നടപടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കേണ്ട സഭയോടും കേരളത്തിലെ ജനങ്ങളോടും പ്രത്യേകിച്ച് പാലക്കാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളോട് കാണിക്കേണ്ട ധാർമ്മികതയുടെയും സത്യസന്ധതയുടെയും നീതിയുടെയും ഒരു ഭാഗമുണ്ട്. അത് മുഴുവൻ നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ അധികാരമുണ്ട് എന്ന നിലപാട് സ്വീകരിച്ചത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ളതാണ്. ഇത് സഭയോടും കേരളത്തിലെ ജനങ്ങളോടും കാണിക്കുന്ന അനാദരവും ജനങ്ങളെ പരിഹസിക്കുന്നതിൻ്റെയും ഭാഗമായിട്ടുള്ളതാണ്. അതുകൊണ്ട് നിയമപരമായി വരാം. അത് ഇന്നലെ സ്പീക്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ഇടത് ഭാഗത്ത് നിന്ന് മുകേഷൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ രാഹുലിന് വന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. അതാണ് നിങ്ങൾ എടുക്കുന്നൊരു നിലപാട്. പണ്ടിങ്ങനെ ആയിരുന്നല്ല, ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും വരുന്ന അവസരത്തിൽ അതിന് അനുയോജ്യമായിട്ടുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. ഇപ്പോഴെടുത്ത നിലപാട്, ഇപ്പോഴെടുത്ത പ്രശ്നം, അതാണ് ഇവിടുത്തെ നമ്മുടെ ചർച്ചാ വിഷയം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പൂർവ്വകാല ചരിത്രം എങ്ങനെയായിരുന്നു എന്നുള്ളത് ഒരു ന്യായീകരണമാകാൻ പാടില്ല. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നമാണിത്. ആ പ്രശ്നത്തോടുള്ള സമീപനമാണ്, അതാണ് സഭയുടെ മുമ്പാകെയും ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇന്ന് ചരമോപചാരമാണ്, മറ്റു നടപടികളില്ല. യഥാർത്ഥത്തിൽ ചരമോപചാരമെന്ന ആദരവിനെ
പരിഹസിക്കുന്നതിൻ്റെ കൂടി ഭാഗമാണ്. മൺമറഞ്ഞുപോയ ദേശീയ നേതാക്കൾ, കേരള സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരികൾ, പല രംഗത്ത് വരുന്ന പ്രമുഖ വ്യക്തിത്വങ്ങൾ ഒരു അംഗമാകട്ടെ നിയമസഭയിൽ അംഗമായി ഇരിക്കുമ്പോഴാണ് മരണപ്പെട്ടത്. ആ 3 അംഗങ്ങളോടുള്ള സ്നേഹാദരവ് പ്രകടിപ്പിക്കാൻ ചേരുന്ന സഭയിൽ യഥാർത്ഥത്തിൽ അലങ്കോലമുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം കൂടി ഇതിൻ്റെ പിന്നിലില്ലേ? തീർച്ചയായും ഇങ്ങനെ ഒരു അംഗം സഭയിലേക്ക് വരുമ്പോൾ പ്രതികരണമുണ്ടാകും. ആ പ്രതികരണം ഈ ചരമോപചാരത്തെ പോലും അലങ്കോലപ്പെടുത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ? ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? എന്താ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേരളത്തിലെ ജനത എല്ലാം കണ്ടുകൊണ്ടിരിക്കും എന്നാണോ കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കുന്നത്? UDFലെ എല്ലാ കക്ഷികളും ഇതിനോട് യോജിപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ പ്രമുഖമായ വിഭാഗം നേതൃരംഗത്തിലും അണികളിലുമെല്ലാം ഈ നടപടിയെ അങ്ങേയറ്റം പ്രതിഷേധമുള്ളവരാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏത് മുതിർന്ന നേതാവായാലും പക്വതയും പാകതയും അനുഭവസമ്പത്തും വ്യവസ്ഥയോടുള്ള കാര്യങ്ങളുമെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് വേണം നിലപാട് സ്വീകരിക്കാൻ. VD സതീശൻ സഭയിൽ എത്തരുതെന്ന് നിർദ്ദേശം നൽകിയിരുന്നതാണ് വിവരം എന്നാണ് നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതെ, നിങ്ങളുടെ മാധ്യമങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള കാര്യങ്ങളെപ്പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പോയി പണി നോക്കട്ടെ എന്നൊരു നിലപാട് കൂടി സ്വീകരിച്ചുകൊണ്ട് ഒരു സഭയിലേക്ക് വരികയാണുള്ളത്. അദ്ദേഹം തന്നെ, പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായിട്ട് അഭിപ്രായങ്ങൾ പറയുകയും ചെയ്തു. അപ്പോൾ അതൊക്കെ കോൺഗ്രസ്സിനകത്തുള്ള പ്രശ്നങ്ങളാണ്. അത് കോൺഗ്രസ്സിനകത്തുള്ളവർ തന്നെ ചിന്തിക്കും. ഇത്തരം തെറ്റായ നിലപാടുകൾ നമ്മുടെ നാടിന് എത്രമാത്രം ഗുണകരമാണ് എന്ന് ജനങ്ങളാകെ ചിന്തിക്കട്ടെ, കോൺഗ്രസ്സുകാർ ചിന്തിക്കട്ടെ. ആരോപണങ്ങൾക്ക് ശേഷം അടൂരിലെ വീട്ടിലായിരുന്നു രാഹുൽ. പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നില്ല, മണ്ഡലവും സന്ദർശിച്ചിരുന്നില്ല. ചില നേതാക്കളുമായി കൂടിയാലോചനയ്ക്ക് ശേഷമാണ് രാഹുൽ നിയമസഭയിലെത്തിയത്. രാഹുലിനെതിരെയുള്ള ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ആരോപണങ്ങളെ തുടർന്ന് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദം രാജിവെച്ചിരുന്നു. നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായെങ്കിലും മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ, മുൻ സ്പീക്കർ PV തങ്കച്ചൻ, പീരുമേട് നിയമസഭാംഗമായ വാഴൂർ സോമൻ എന്നിവർക്കുള്ള ചരമോപചാരം മാത്രമാണ് ഇന്നത്തെ നടപടി. ഇന്നു മുതൽ 19 വരെ, 29, 30, ഒക്ടോബർ 6 മുതൽ 10 വരെ എന്നിങ്ങനെ 12 ദിവസമാണ് സഭ ചേരുക.